11/2/2025 ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വിവരാശംസയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് ഈ വിവരാശ രേഖ. ഇത് പഞ്ചായത്തിൻ്റെ തീരദേശ റോഡിന് മതിൽ കെട്ടി അടച്ചതാണ്. ഈ മതിൽ കെട്ടി അടയ്ക്കാനുള്ള പെർമിഷൻ പഞ്ചായത്തിൽ നിന്നും ഈ ഒരു മാളറ കമ്മിറ്റി വാങ്ങിയിട്ടില്ല. ഇന്ന് 15/5/2025 അല്ലേ, 15/5/2025 ഇന്നിപ്പോൾ അവർ മതിൽ വീണ്ടും പൊളിച്ച് കെട്ടുകയാണ്. പഞ്ചായത്തിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പെർമിഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ മതിൽ കെട്ടുന്നത് ഇവിടെ തടയാൻ പോവുകയാണ്. തീരദേശ റോഡിന്റെ ഈ ബസ് ഒരു മറവാക്കി വെച്ചുകൊണ്ടാണ് ഇവർ ഈ മതിൽ കെട്ടുന്നത്. ജാഗ്രതാ സമിതിയുടെ തീരുമാനപ്രകാരം ഈ റോഡിൽ മണ്ണിട്ട് ഭിത്തി കെട്ടി കൊടുക്കാമെന്ന് മാളറ കമ്മിറ്റി തീരുമാനിച്ചതാണ്. പക്ഷേ നാളെ ഇതുവരേക്കും മാളറ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് മണ്ണിടാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഇടിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ റോഡിന് 200 മീറ്ററും കൂടെ അങ്ങോട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ടേൽ തീരദേശ റോഡ് കോടികൾ മുടക്കി അപ്പുറത്തെ റോഡ് കിടക്കുന്നത്, ആ റോഡായിട്ട് ബന്ധിപ്പിക്കപ്പെടും. പക്ഷേ പഞ്ചായത്ത് പഞ്ചായത്തിൽ ചെയ്യാനുള്ള പഞ്ചായത്തിൽ ഇപ്പോൾ രാവിലെ പ്രസിഡന്റ് വിളിച്ചു. ഇതുവരെ ഒരു പെർമിഷൻ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഇന്ന് ഈ 2 ബസ് ഇവിടെ മറവാക്കി വെച്ചിട്ട് അതിൽ ഈ കെട്ടുടങ്ങി. പിന്നെ ഇതിന്റെ ആരുണ്ടോ, സെക്രട്ടേറിയറ്റ് ഉണ്ടോ, ആരുണ്ടോ ഇതിന്റെ കാര്യമില്ല? ഞാൻ പറഞ്ഞു. അപ്പൊ നിയമപരമായിട്ട് വില്ലേജിൽ നിന്ന് പഞ്ചായത്ത് കോടതി മതിൽ പൊളിച്ചതിനെ കുറിച്ച് മതിൽ മാറ്റിയിട്ട് കിട്ടിയതാണ്, രണ്ടെണ്ണം കിട്ടിയതാണ്. ഞങ്ങൾ മതിൽ കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെട്ട് പോലീസ് വന്ന് കമ്മിറ്റിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് മതിൽ കെട്ട് തറക്കള്ള സ്ഥിതിക്ക് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വഴിയാണ് ഇതിനകത്തൂടെ പോകുന്നത്. ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തൂടെയാണ് ഞങ്ങളുടെ വഴി പോകുന്നത്. ഈ വഴി ഞങ്ങൾക്ക് സ്ഥാപിച്ച് കിട്ടുന്നവരെ ഞങ്ങൾ സമരപരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. ഇതേപോലത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ഇനി ഉണ്ടാവുകയും ചെയ്യും. നികൃഷ്ടമായിട്ടുള്ള ചെയ്തികളിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കോളേജ് ഭാരവാഹികൾ വിചാരിക്കുന്നെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നും അതിനോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽസലാം. നിങ്ങളെ ഒരു ജയിലിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ജയിൽ പോലെയുള്ള സ്ഥലത്ത് അടച്ചുകൊണ്ട് നിങ്ങളുടെ ഭൂമിയും നിസ്സാര വിലയ്ക്ക് കൈക്കലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, അത് മഹല്ലറയായാലും ശരി, ഇനി അതിനേക്കാൾ വലിയ സ്ഥാപനമായാലും ശരി, അതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം അലയടിക്കുമ്പോൾ മഹല്ലറ ആർട്സ് ആൻഡ് സയൻസ് കോളേജും അതിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സ്കൂളും ഈ അലയിൽ, ഈ തിരമാലയിൽ ലയിച്ച് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇന്നലെയും നാളെ ഇവിടെ സംജാതമാകാൻ പോവുകയാണ്. ഇതിനോട് അനുഭവം പ്രകടിപ്പിക്കാൻ ന്യായമായിട്ട് അവരനുഭവിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ഉപരോധിക്കുന്ന സമരം 15 വർഷമായി ഇത്തരമൊരു അനീതി ഇവിടെ നടന്നിട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് മാവൂരിന് വാസത്തിൽ
ആലോചിക്കാൻ പറ്റാത്തൊരു നാണക്കേടായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മാവൂർ മഹനറ സ്കൂൾ അധികൃതർ പുറകുവശത്തുള്ള 5ഓളം വീടുകളിലേക്കുള്ള സംസ്കാരം പഠിപ്പിക്കുന്ന മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളോട് എങ്ങനെ പെരുമാറണം, സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ഒരു കോളേജ്, ഒരു സ്കൂൾ. നിലവിലുള്ള നിയമങ്ങളെ വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഒരു നില കെട്ടിടത്തിന് അനുമതി വാങ്ങുകയും അത് 3-4 നിലകളുള്ള കെട്ടിടങ്ങളായിട്ട് ഉയർത്തുകയും അതിന് ബിൽഡിംഗ് ടാക്സ് പോലും കൊടുക്കാതെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു മതസ്ഥാപനം എന്തുമാത്രം തരം താണിരിക്കുന്നു, എന്തുമാത്രം ചൂഷണം അല്ലെങ്കിൽ അവർ കൈമുതലാക്കിക്കൊണ്ട് മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ വരച്ചു കാണിച്ചത്.